എല്ലാവർക്കും നമസ്കാരം. യു ക്യാൻ ഡു ചാനലിൻ്റെ കുക്കിംഗ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തക്കാളി കൊണ്ടുണ്ടാക്കാവുന്ന 2 വിഭവങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഡിഷിനുള്ള തക്കാളിയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിന് പ്രത്യേകത ഒന്ന് നാടൻ തക്കാളിയാണ്. നാടൻ തക്കാളിക്ക് നല്ല പുളിയാണ്, അതുകൊണ്ട് അത് ഞാൻ ഒരെണ്ണമേ എടുത്തിട്ടുള്ളൂ. ബാക്കി എടുത്തത് മുഴുവൻ ഈ ഹൈബ്രിഡ് തക്കാളിയാണ്. ഇതിന് നല്ല മാംസമാണ്, പുളിയും കുറവാണ്. അപ്പം നമ്മുടെ കറിക്ക് ആവശ്യമുള്ള പാകത്തിന് പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരൊറ്റ തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഉണ്ടാക്കുന്നതിന് ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ച് മതി. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തക്കാളി നല്ല ചെറുതായിട്ട് പൊടിയായിട്ട് നുറുക്കിയെടുക്കുക. ഞാനിത് നുറുക്കിയെടുത്തുകൊണ്ട് വരാം. അങ്ങനെ നമ്മുടെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനകത്ത് ബാക്കി ചേർക്കേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ കറി ഉണ്ടാക്കുമ്പോൾ വഴിയെ പറഞ്ഞു തരാം. നമ്മുടെ പാത്രം ചൂടായി കഴിഞ്ഞു. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ചൂടായ എണ്ണയിലേക്ക് ആവശ്യത്തിനുള്ള കടുകിടുന്നു. നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഞാനൊരു 3 വറ്റൽ മുളക് മുറിച്ചിടുകയാണ്. മുളക് മൂത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിക്ക് ചേർക്കുകയാണ്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ഉപ്പ്. ഇനി കറിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാവുന്നതാണ്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കറിവേപ്പിലയാണ്. എത്രത്തോളം കറിവേപ്പില എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇടാൻ പറ്റില്ല, ഒരു പാകത്തിന്. കൂടുതൽ കറിവേപ്പിലയാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. ഇത്രയും കറിവേപ്പില ഞാനിട്ടു. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി ഞാൻ കാശ്മീരി മുളകും സാദാ മുളകും കൂടി ചേർത്ത് പൊടിച്ച് വെച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ, 1.25 ടീസ്പൂൺ വരെ ഇടാം. ഒരുപാട് എരിവായാലും കൊള്ളില്ല. 1.25 ടീസ്പൂൺ മുളകിട്ടു. ഇത്രയുമാണ് ഈ കറിക്കുള്ള ഇൻഗ്രീഡിയൻസ്. ഇതിൽ ഇനി ഒന്നും ചേർക്കാനില്ല. ഇത് വെന്ത് വന്നാൽ കറി റെഡി, പാകമാണ്. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം ഏകദേശം ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ല വെന്തുടഞ്ഞു. നന്നായിട്ട് മിക്സ്. ആ കറിവേപ്പിലയുടെയും തക്കാളിയുടെ ഒരു പുളിമണം എല്ലാം കൂടെ വളരെ നല്ലൊരു മണമാണ് ഇപ്പോൾ വരുന്നത്. ഇത് നമുക്ക് ഇപ്പം ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, മീഡിയം തീയിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ. ഒരുപാട് തീ കൂട്ടി വെക്കരുത്. മീഡിയം തീയിൽ കിടന്ന് തക്കാളി അങ്ങനെ വാടി അതിൻ്റെ നീരൊക്കെ ഇറങ്ങി വരണം. അപ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇനിയിപ്പോൾ നോക്കിക്കുക, ഇതാണ് ഈ കറിയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ വെള്ളയപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കൂടെ അധികം പുളി ഇല്ലാത്തത് കൊണ്ട് അങ്ങനെയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലേശം ചാറ് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട്, ഒരുപാട് ചേർക്കരുത്, ഒരു 3/4 ഗ്ലാസ് വരെ ആവാം ചൂടുവെള്ളം ചേർത്താൽ നമുക്ക് ചോറിനൊക്കെ ഒഴിച്ചുണ്ണാൻ പാകം. ഇത് സൈഡ് ഡിഷായിട്ടാണെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. ഇനി ചോറിൽ ഒഴിച്ചുണ്ണാനാണെങ്കിൽ ഒരു 3/4 ഗ്ലാസ് വെള്ളം വരെ ഇത് ചേർക്കുക. അതിൽ കൂടുതൽ ചേർത്താൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. ഇപ്പം ഞാൻ എൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് പാകത്തിനാണ്, പുളി പാകത്തിനാണ്, എരിവും പാകമാണ്. എന്നാലും ഇതിൻ്റെ എരിവും പുളി ഉപ്പും എല്ലാം ഒന്ന് ക്രമീകരിക്കുന്നതിന് വേണ്ടി ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ്. പഞ്ചസാരയുടെ മധുരം വരാൻ പാടില്ല. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നു. ഇനി ഇതെല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ബൗളിലേക്ക് മാറ്റാം. തക്കാളി കൊണ്ടുണ്ടാക്കുന്ന 2ാമത്തെ ഡിഷാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നേരത്തെ ഞാൻ എടുത്തു വെച്ച അത്രയും തക്കാളി തന്നെ ഇതിനും എടുത്തിട്ടുണ്ട്. അപ്പം അതും അതിന് ആദ്യത്തെ പോലെ തന്നെ പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുകയാണ്.
ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാത്രം ചൂടായി കഴിഞ്ഞു. ചൂടായ പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നു. ചൂടായ എണ്ണയിലേക്ക് പാകത്തിന് കടുകിടുന്നു. രണ്ട് വറ്റൽമുളക്, ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് വെച്ചത്, അതായത് ഒരു ടീസ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്. ഇനി ഇത് ചെറിയ തീയിലിട്ട് മൂപ്പിച്ചെടുക്കുക. ഈ വെളുത്തുള്ളി കരിഞ്ഞു പോകാൻ ഇടവരരുത്, ഒന്ന് വാടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ഞാനൊരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുകയാണ്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി, ഇനി ഇതിലേക്ക് കറിവേപ്പില, നമ്മൾ ആദ്യം എടുത്ത കറിയുടെ അത്ര കറിവേപ്പില വേണ്ട, എന്നാലും കറിവേപ്പില, 1/2 ടീസ്പൂൺ ഉപ്പ്. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ലാസ്റ്റിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് മൂടി വെച്ചിട്ട് നമുക്കൊരു 4-5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. വേണമെങ്കിൽ ആ കുറച്ച് ചാറ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ചേർക്കുകയാണ്. ഇനി ഈ വെള്ളത്തിൽ കിടന്ന് ഇതൊന്നുകൂടി ഒന്ന് നന്നായിട്ട് തിളയ്ക്കാൻ അധിക സമയമൊന്നും വേണ്ട, വളരെ കുറഞ്ഞ സമയം മതി തിളയ്ക്കാൻ. ഇത്രയും ചാറുണ്ടാവുള്ളൂ. ഇതും ചപ്പാത്തിയുടെ ഒപ്പവും ചോറിൻ്റെ ഒപ്പവും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ നല്ലതാണ്. നിങ്ങൾ നോക്കിയാൽ 2 കറിക്കും വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസും മതി, വളരെ കുറഞ്ഞ സമയവും മതി. പെട്ടെന്നൊരു കറി ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമൊക്കെ വന്നാൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു സൈഡ് ഡിഷായിട്ടൊക്കെ നമുക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ കറി തിളയ്ക്കുകയും ചെയ്തു. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ, കുരുമുളകിൻ്റെയും ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ ഇതിന് വേറെ ഒരു നല്ല ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണുള്ളത്. ഇനി നമുക്ക് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ തക്കാളി ഉപയോഗിച്ച് വ്യത്യസ്ത രുചികളിലുള്ള 2 കറികളാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ വേഗം ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറും പിന്നെ സബ്സ്ക്രിപ്ഷനും ഒക്കെയാണ് ഞങ്ങളുടെ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത്. എല്ലാവരിലും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കും ഇത് കറികൾ ഉണ്ടാക്കാൻ കഴിയും. യു ക്യാൻ ഡു. താങ്ക് യു.